നമസ്കാരം. 2 വട്ടം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ രാജിവെച്ച് BJPയിൽ ചേർന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയെ. UPയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വലങ്കൈയായി അറിയപ്പെട്ടിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണത്തെ മോദിയെ പുകഴ്ത്തിയതിന് കോൺഗ്രസ് തന്നെ പുറത്താക്കിയിരിക്കുന്നു. BJPയിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്ന നേതാക്കളുമായി കോൺഗ്രസ് BJP എങ്ങനെ നേരിടും? ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താകും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, CPM വക്താവ് KS അരുൺകുമാർ, BJP വക്താവ് പ്രിന്റു മഹാദേവ്, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ. ആദ്യം ആനന്ദിലേക്ക്. ആനന്ദ്, നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, ഈ വാർത്തകളിൽ ഇതിലൊരു പുതുമയൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായി ഇത്തരം BJPയിലേക്കുള്ളൊരു ഒഴുക്ക് നാം പല ഘട്ടത്തിൽ കണ്ടതാണ്. ഇവിടെ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി BJPയെ താഴെ ഇറക്കാൻ വേണ്ടി കുറി ശക്തമായി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോഴാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുകൾ നാം കാണുന്നത്. അത് ചില്ലറക്കാരൊന്നുമല്ല. കമൽനാഥിനെ പോലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ, ദീർഘനാൾ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന, വലിയ ദീർഘനാളത്തെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകൾ പോലും പോകും എന്ന് വാർത്ത കൊടുക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് എന്തിൻ്റെ സൂചനയാണ്? അജിൻസ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നേതൃത്വത്തിൻ്റെ, ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 6 അശോക് ചവാൻ അടക്കം 6 മുൻ മുഖ്യമന്ത്രിമാർ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പലരും തോറ്റത് പുതിയ ആൾക്കാരോടാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജ്യോതിരാദിത്യ സിന്ധ്യ ഈ 6 പേരിൽ ഉൾപ്പെടില്ല, കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു ഹെവി വെയ്റ്റ് നേതാവ് എന്ന് പറയാം. അദ്ദേഹം ഗുണ എന്ന അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ സീറ്റിൽ അദ്ദേഹം തോറ്റത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായിയായിട്ടുള്ള കൃഷ്ണപൽ എന്ന പേരിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അനുയായി BJP ടിക്കറ്റിൽ മത്സരിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് അദ്ദേഹം തന്നെ BJPയിലേക്ക് പോയി. അല്ലെങ്കിൽ ഇപ്പോൾ മധ്യപ്രദേശിൽ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ഭോപ്പാലിൽ തോറ്റത് പ്രഗ്യ ഠാക്കൂറിനോടാണ്. 3 ലക്ഷം വോട്ടിനാണ് തോറ്റത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നുണ്ട്, ഇവരെല്ലാം വിജയിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അതേ നേതാക്കൾ തോൽക്കുന്നു. ഇത്തവണ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി, അത് കഴിഞ്ഞ തവണയും കോൺഗ്രസ് പരീക്ഷ തന്ത്രമാണ്, പരീക്ഷിച്ച് പരാജയപ്പെട്ട തന്ത്രമാണ്. എല്ലാ സീനിയർ നേതാക്കളോടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറയുകയാണ്. കാരണം എന്താണ്? ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റുകൾ അത് വളരെ നാമമാത്രമാണ്. അത് പരമാവധി കൂട്ടുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അവർക്ക് നിയമസഭയിലേക്കാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ലോക്സഭയിലേക്കാണെങ്കിൽ അവർക്ക് പറ്റില്ല. കാരണം എന്താണ്? അവർ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫേസിന്റെ കീഴിലാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. മറിച്ച് BJPയുടെ വെറും ഡൂക്കിലി നേതാക്കൾ, അതായത് നമ്മൾ പേര് പോലും കുറ്റിച്ചൂൽ സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ പോലും മോദിയുടെ പേരിൽ അവർ മത്സരിക്കുമ്പോൾ അവർ ജയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ കോൺഗ്രസും BJPയുമായിട്ട് നേരിട്ട് മത്സരം നടന്ന 186 സീറ്റിൽ 174 സീറ്റിൽ BJPയാണ് ജയിച്ചത്, 12 സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത്. അതെന്താണ് നമ്മളോട് പറയുന്നത്? അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണ 52 സീറ്റാണ് ജയിച്ചത്, BJPക്ക് 303 സീറ്റ് കിട്ടി, കോൺഗ്രസിന് 52 കിട്ടി. ആ 52-ൽ 40 സീറ്റുകളും കേരളത്തിലും പഞ്ചാബിലും തമിഴ്നാട്ടിലും ബംഗാളിൽ 2 സീറ്റ് കിട്ടി. അതുപോലെ റീജിയണൽ പ്രാദേശിക പാർട്ടികളോട് മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളാണ്. മറ്റ് 12 സീറ്റുകളാണ് BJPയോട് നേരിട്ട് ഏറ്റുമുട്ടി ജയിച്ച സീറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നം നേതൃത്വത്തിൻ്റെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ഫേസ് ആയിട്ട് വരുമ്പോൾ നരേന്ദ്രമോദിയോട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിലെങ്കിലും കോൺഗ്രസിന് ഈ ഒരു പ്രശ്നം തന്നെയാണ് ആത്യന്തികമായ പ്രശ്നം. നമ്മൾ കേരളത്തിലിരുന്ന് രാഹുൽ ഗാന്ധിയെ കാണുന്നത് വേറൊരു തരത്തിലാണ്, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അദ്ദേഹം പ്യാർ കി ദുക്കാൻ, മൊഹബത്ത് കി ദുക്കാൻ തുടങ്ങുന്ന കാര്യം പറയുന്നു. ഇവിടെ എല്ലാവർക്കും അത് നല്ല താല്പര്യവുമുള്ള കാര്യമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന ഹിന്ദി അവിടെ ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല.
അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതൊന്ന്, അദ്ദേഹം പറയുന്നത് മറ്റൊന്ന്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് എന്ന തരത്തിൽ ഈ അവാർഡ് സിനിമയൊക്കെ പോലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളായി പോകുന്നു. പിന്നെ അദ്ദേഹം ഈ കുറെ നാളായിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തുന്നുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നേതാക്കൾ പിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ സർക്കാരുകൾ വീഴുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. മധ്യപ്രദേശിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നതേ ഉള്ളൂ. മഹാരാഷ്ട്രയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുമില്ല. ഈ ന്യായ യാത്ര അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അവിടെ അശോക് ചവാൻ ഇപ്പോൾ പോകുന്നു. ഇത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം കൂടി പറയാം. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി സർവേ വന്നു. അതിൽ BJPക്ക് ഭയങ്കര അപ്രമാദിത്വമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ അവർ ഇപ്പോഴും കോൺഗ്രസിന്റെ മഹാവികാസ് അഘാഡിയുടെ പുറകിലാണ്. അപ്പോൾ 26 സീറ്റാണ് അവിടെ മഹാവികാസ് അഘാഡിക്ക്. കോൺഗ്രസ്, ശിവസേന, ശരത് പവാറിന്റെ മഹാവികാസ് അഘാഡിക്ക് 26 സീറ്റും മറ്റ് 22 സീറ്റാണ് BJP മുന്നണിക്കും കൊടുക്കുന്നത്. 45% വോട്ട് ശതമാനം, 40% BJP മുന്നണിക്കും. അപ്പോൾ അവിടെ BJP എന്താണ് ചെയ്യുന്നത്? ഒരു തരത്തിൽ ഒരു സീറ്റ് പോലും മറ്റ് പ്രതിപക്ഷത്തിന് കൊടുക്കാതെ പരമാവധി കാർപ്പറ്റ് ബോംബിംഗ്, പരമാവധി സീറ്റുകൾ ജയിക്കാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ജയന്ത് ചൗധരിക്ക് വേണ്ടി 2 സീറ്റ്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് വേണ്ടി ഒരു 10-15 സീറ്റ് അവിടെ ബീഹാറിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സീറ്റുകളും അവർ മാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അശോക് ചവാനെ ചാടിച്ചാൽ അവിടെ മറാഠ്വാഡ റീജിയനിൽ കോൺഗ്രസിനെ തറപറ്റിക്കാനും ഈ 26 സീറ്റുകൾ മഹാവികാസ് അഘാഡിക്ക് അത് കുറച്ചുകൊണ്ട് പരമാവധി കുറയ്ക്കാനും പറ്റും. അതാണ് BJPയുടെ സ്ട്രാറ്റജി. ഇപ്പോൾ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ അശോക് ചവാനെ പോലെ സീനിയറായ ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്ന് കൂളായി BJPയിൽ പോയി ചേരുന്നു. അദ്ദേഹം ചേർന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് കമൽനാഥിനെ പോലെ തലയെടുപ്പുള്ള നേതാവ് BJPയിലേക്ക് പോകുമെന്ന് മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കുകയാണ്. അത് നിഷേധിക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ട്വീറ്റ് ഇട്ടിരുന്നു, കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഐഡിയോളജി എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമില്ല. രാജ്യസഭാ സീറ്റ് കിട്ടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇങ്ങനെ കുറേയധികം നേതാക്കളുമായാണോ ഈ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത്? ആ ഇന്ത്യ മുന്നണിയാണോ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പോകുന്നത്? കോൺഗ്രസിനകത്ത് ചില ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എന്നുള്ളതിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആര് തന്നെ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയാലും ഈ ഫിലോസഫി ഇന്ത്യ രാജ്യത്ത് അതിജീവിക്കും എന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ. ഗുലാം നബി ആസാദ് പോയ സമയത്ത് ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും എഡിറ്റോറിയൽ അതായിരുന്നു, ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടു. വലിയ സംഭവം, എല്ലാ ചാനൽ ചർച്ചയും അതായിരുന്നു. ഗുലാം നബി പോയി, അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് അറിയില്ല. കോൺഗ്രസിനകത്ത് നിന്ന് എന്തിനു പോയി എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കും എനിക്കും വളരെ വ്യക്തമായ അറിവുണ്ട്. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ED പോലെയുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നിരന്തരമായി കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭീഷണിക്കകത്ത് ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ആം ആദ്മി മന്ത്രിസഭയിലെ ഡൽഹിയിലെ ഒരു മന്ത്രി ജയിലിനകത്താണ്. തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ഇപ്പോഴും ജയിലിനകത്താണ്. ഇവിടെ സോറൻ രാജിവെക്കേണ്ട ഘട്ടത്തിലേക്ക് വന്നു. DK ശിവകുമാറും ചിദംബരവും അടക്കമുള്ള, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ നിരന്തരമായി വേട്ടയാടപ്പെട്ടു. ഒരു ചെറിയ ലൂപ്പ് ഹോൾ കിട്ടിയാൽ അതിലൂടെ കയറി പറ്റാനുള്ള ശ്രമം BJP സ്ഥാപനങ്ങൾ ഉപയോഗിച്ച്, ഭരണം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഏതെങ്കിലും നേതാവ് വഴിമാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അതോടുകൂടി കോൺഗ്രസ് തകർന്നു പോയി എന്ന ഒരു ആഖ്യാനം ഉണ്ടാക്കരുത്. കോൺഗ്രസ് ഏതാനും നേതാക്കളിൽ അല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന 1000 ആളുകൾ ഓരോ പ്രദേശത്തുമുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പൊ കേരളത്തിൽ പോലും കോൺഗ്രസിന് കടന്നു കയറാൻ പറ്റാത്ത, കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാർ ഇരിക്കാത്ത ബൂത്തിൽ പോലും കോൺഗ്രസിന് ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്. ആ കോൺഗ്രസ് ഫിലോസഫിയെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ആ ഫിലോസഫി കൊണ്ട് മുന്നോട്ട് തന്നെ പോകും. നമ്മൾക്കറിയാം, ആന്ധ്ര വിഭജനം കഴിഞ്ഞപ്പോൾ 2 സംസ്ഥാനത്തും കോൺഗ്രസ് ഒന്നുമല്ലാതായി പോയി, എഴുതി തള്ളി. ആകെ 13 MLA-മാരുള്ളതിൽ 6 പേർ TRS-നൊപ്പം പോയി, ഇപ്പൊ BRS-നൊപ്പം പോയി. ആകെ 7 MLA-മാരുമായി ഭട്ടി വിക്രമാർക്ക മല്ലു എന്ന് പറയുന്ന ഒരു വയോധികനായ ദളിത് നേതാവ് അവിടെ നടന്നു. പക്ഷെ കാലം കുറച്ചു കഴിഞ്ഞ സമയത്ത് രേവന്ത് റെഡ്ഡി അതിനോട് വന്നു, അതൊരു കോൺഗ്രസ് ആയി തിരിച്ചു വന്നു, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു. ആന്ധ്രാപ്രദേശിൽ നിലംപരിശായി, അവിടുന്ന് തിരിച്ചു വരുന്നു. കർണാടകയിൽ
ഒന്നുമല്ലാതായി, ഭരണത്തിൽ നിന്ന് താഴെ വീണു, അവിടെ തിരിച്ചു വന്നു. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങ് ഇല്ലാതായി പോയി എന്ന ഒരാശയം. ഹിന്ദി ബെൽറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദി ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അതാണ് കാരണം എന്ന രീതിയിലേക്കൊക്കെ ആഖ്യാനം രചിക്കാം. ആ ആഖ്യാനത്തിന് അപ്പുറത്താണ് യാഥാർത്ഥ്യമുള്ളത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ നമ്മൾക്കറിയാം, ശിവസേനയെ പിളർത്തി, അതുപോലെ തന്നെ ശരത് പവാറിന്റെ മരുമകനെ പിടിച്ച് പാർട്ടി പിളർത്തി അപ്പുറത്ത് കൊണ്ടുപോയി. ആ രണ്ട് പാർട്ടിയായി മാറി, രണ്ടിനെയും BJP കൊണ്ടുപോയി. ഇപ്പോ കോൺഗ്രസിലൊരു നേതാവ് നിരന്തരമായി ചില കേസുകളിൽ ഉൾപ്പെട്ട് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ട് ഒരു നേതാവ് അപ്പുറത്ത് പോയി. അതോടുകൂടി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തീർന്നു എന്ന രീതിയിലൊരു പ്രചരണം നടത്തുന്നതിനോട് യോജിപ്പില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഇതിനെ അതിജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ ചില ലീഡർഷിപ്പ് നമ്മൾക്കൊക്കെ നേരത്തെ ഗുലാം നബിയെ പോലെയുള്ള, കപിൽ സിബലിനെ പോലെയുള്ള ഒട്ടനവധി നേതാക്കന്മാർ പോയിട്ടുണ്ട്. എന്നിട്ട് കോൺഗ്രസ് ഇല്ലാതായി പോയോ? കോൺഗ്രസിന്റെ ജാഥ നടത്തിയ മണിപ്പൂർ മുതൽ, അതുപോലെ കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ച ആസാമിനകത്തെ ജാഥയ്ക്കകത്ത് കടന്നു വന്ന 10,000-കണക്കിന് യുവാക്കൾ, അതൊരു പ്രതീക്ഷയാണ്. നിങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് ഒരാളും പോവാൻ ധൈര്യം കാണിക്കാത്ത, പോവാത്ത, ആ പ്രദേശത്തെ പറ്റി ചർച്ച ചെയ്യാത്ത മണിപ്പൂരിനകത്തേക്ക് ഒരു നേതാവ് പോയി. ആ രാഹുൽ ഗാന്ധിക്ക് അവിടെയുള്ള വേദനയുടെ, കണ്ണീരിന്റെ, പ്രയാസത്തിന്റെ ഭാഷ മനസ്സിലായിട്ടുണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, വേറെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലോ. ഇന്നും 6-8 മാസം കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോവാത്തതിനെ പറ്റി ചർച്ച ചെയ്യാതെ മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഒരാൾ പോകുന്നത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് തകർന്നു എന്ന് ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. BJP സർവ്വസന്നാഹം ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച്, കൊഴുപ്പുപയോഗിച്ച്, സംഘടന ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ചെറുത്തു നിന്നേ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണം. ഒരു വലിയ ലക്ഷ്യമുണ്ട് BJPക്ക്. അതാണ് നമ്മൾക്കറിയാം, നമ്മളൊക്കെ നിൽക്കുന്ന കോഴിക്കോട്ടെ NIT-ക്കകത്തുള്ള ഒരു പ്രൊഫസർ ഒരു പ്രയാസവുമില്ലാതെ ഗോഡ്സെക്ക് സിന്ദാബാദ് വിളിക്കുന്ന രീതിയിൽ, അത് വാർത്തയായ സമയത്ത് അതിനെ വീണ്ടും ശക്തമായി ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ അതിൽ നിൽക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം. NIT-ക്കകത്ത് പ്രതികരിച്ച കുട്ടികളെ തല്ലുന്ന സംഭവം ഇത് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തുണ്ട്. ആ അരാജകത്വമാണ് ഇന്ന് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കി, കൊച്ചു കേരളത്തിലേക്ക് പോലും വരുന്നുണ്ട്. അതിനെ ചെറുത്തു നിൽക്കണമെങ്കിൽ ഒരല്പം ശക്തിയൊക്കെ വേണ്ടി വരും. അതിന് 5-6 തവണ മാപ്പ് എഴുതി തിരിച്ചു വന്ന സവർക്കറെ പോലെയുള്ള ആളുകളുണ്ട്. അവർക്ക് മാതൃകയായിക്കൊണ്ട് ആരെങ്കിലും പാർട്ടി വിട്ടു പോയാൽ അതിൽ വിലപിച്ച് കരഞ്ഞ് ഇല്ലാതായി നിൽക്കാനൊന്നും കോൺഗ്രസ് തയ്യാറല്ല. പുതിയ രക്തം കൊണ്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ശരി, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇത് CPM നിരന്തരം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ദേശീയ തലത്തിലല്ല. കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല BJPയെ നേരിടാനെന്ന്. ഇപ്പോൾ നാം കാണുന്നത്, നോക്കൂ, അശോക് ചവാൻ BJPയിലേക്ക് പോകുമ്പോൾ ജയറാം രമേശ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് BJPയുടെ വാഷിംഗ് മെഷീനിൽ കയറി വൃത്തിയായി അദ്ദേഹം പുറത്തു വരും. കാരണം അദ്ദേഹത്തിനെതിരെ ആദർശ് കുംഭകോണത്തിനെതിരെ ആരോപണമുണ്ട്, കേസുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ BJPയിൽ ചെല്ലുമ്പോൾ നാളെ മുതൽ വിശുദ്ധനാവും. അജിത് പവാറിനെതിരെ നിരവധി അഴിമതി കേസുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് പോകുന്നുള്ളൂ. അത്തരം ആളുകൾ മാത്രമാണ് പോകുന്നത് എന്നും കണ്ടുകൂടെ? ഇവിടെ BJP ഗവൺമെന്റ് 3 തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ഇല്ലാതാക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ CBIയും EDയും എല്ലാം കയറി ഇറങ്ങിയതും അവസാനം അദ്ദേഹം BJPയായി മാറിയതും ഇപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മഹാരാഷ്ട്രയിലെ തന്നെ നാരായണ റാണെ കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ തന്നെയാണ് CBIയും EDയും എല്ലാം വേട്ടയാടി അദ്ദേഹം BJPയായി മാറി. അപ്പം നിരവധി ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ BJPയാക്കി മാറ്റിയതും മറ്റു പ്രതിപക്ഷ അംഗങ്ങളെ BJPയാക്കി മാറ്റിയ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നതും അത് BJP ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നതും സഹകരണ ഫെഡറലിസം തകർത്ത് സംസ്ഥാനങ്ങളെ തകർക്കാൻ നോക്കുന്നതുമെല്ലാം BJP ഇതര മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ഇത് വളരെ ഗൗരവമായി നമ്മുടെ രാജ്യത്ത് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 126 കേസുകൾ ED ഏറ്റവും അവസാനം രജിസ്റ്റർ ചെയ്തതിൽ 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായാണ്. അതായത് 95% കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടാണ്. അതുപോലെ തന്നെ കള്ളപ്പണം എന്ന രൂപത്തിൽ ED കണ്ടെത്തിയ തുക എടുത്ത് പരിശോധിച്ചാൽ അതിൽ 1% പോലും കള്ളപ്പണമാണ് എന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു ഏജൻസിയായി ED അധംപതിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് ഗൗരവമായിട്ടുള്ള വിഷയം. പക്ഷേ 29ഓളം പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ഒരു മുന്നണി രൂപീകരിച്ച് യോജിക്കാവുന്ന മുഴുവൻ വിഷയങ്ങളിലും യോജിച്ച് ഒറ്റക്കെട്ടായി പൊരുതാൻ തീരുമാനിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവും കൊടുത്ത ഒരു സാഹചര്യം മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു.
അപ്പോൾ കോൺഗ്രസ് അതിന്റെ ഒരു മുന്നണി പോരാളി എന്ന രൂപത്തിൽ ഈ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിനുണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, തെലങ്കാനയിലടക്കം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ കൃത്യമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയത് മുതൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അന്ന് SP ചോദിച്ചു, ഞങ്ങൾ ജയിച്ച സീറ്റെങ്കിലും മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ചർച്ച നടത്താം എന്ന് പറയുകയും ഏകപക്ഷീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. CPM അടക്കം 2 സീറ്റ് വളരെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാജസ്ഥാനിൽ ആ സീറ്റിന്റെ മുന്നണി ചർച്ച പോലും എങ്ങും എത്തിക്കാൻ ശ്രമിക്കാതെ തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് കഴിയാത്തതും തെലങ്കാനയിലടക്കം ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ പറ്റാത്തൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു മുന്നണിയുടെ ലീഡിംഗ് കക്ഷി എന്ന രൂപത്തിൽ പ്രത്യേകിച്ച് RSS ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ ഇന്ത്യ മുന്നണിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. ആ ഉത്തരവാദിത്തം എത്രയധികം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് തങ്ങളുടെ കൂടെ നിൽക്കുന്ന, തങ്ങളുടെ പാർട്ടിയായിട്ട് നിൽക്കുന്നവരെ തന്നെ ഒന്ന് അതിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇപ്പൊ ശ്രീ കമൽനാഥുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസമായി വന്ന വാർത്ത, 9 തവണ അദ്ദേഹം MP ആയി, കോൺഗ്രസിന്റെ MP ആയി, 6 തവണ കോൺഗ്രസിന്റെ പാനലിൽ കേന്ദ്രമന്ത്രിയായി, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, ലോകസഭയുടെ ടൈം സ്പീക്കറായി മാറി. അദ്ദേഹം വഹിക്കാത്ത പങ്കില്ല. നിലവിൽ MLA ആണ്. ആ MLA ആയിരിക്കുമ്പോൾ വീണ്ടും രാജ്യസഭാംഗമായി മാറണം, അല്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും, എന്റെ മകൻ കൂടെ നിൽക്കുന്നവർ പകുതി MLA. അദ്ദേഹം കാരണമാണല്ലോ അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം കുറെ MLA-മാരുമായി പോയി ഭരണം നഷ്ടപ്പെട്ട സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അശോക് ചൗഹാൻ രാജിവെച്ച് പോയിരിക്കുകയാണ്. അറിയാം, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകൾ ഇതിന്റെ ഭാഗമായി പാർട്ടി വിടുകയാണ്. അത് എത്രയോ നേതാക്കന്മാരാണ് അടുത്ത കാലത്ത് പോയത്. അതുമാത്രമല്ല, BJP ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ ചെറുക്കാനും കഴിയുന്നുണ്ടോ? ഇപ്പോ ഭാരത് രത്ന പ്രഖ്യാപിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014 BJP അധികാരത്തിൽ വന്നു. 2014 2 പേർക്ക് ഭാരത് രത്ന കൊടുത്തു, 2015 2 പേർക്ക് കൊടുത്തു. 2016, 17, 18, 19, 20, 21, 22 വരെ ആർക്കും കൊടുത്തില്ല. 23 അവസാനമായപ്പോഴും 24 ഇപ്പൊ 5 പേർക്ക് കൊടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ 5 പേർക്ക് കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോ ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു തന്ത്രം ആദ്യത്തെ ഭാരത് രത്നയിലൂടെ 2024 ആദ്യത്തെ ഭാരത് രത്നയിലൂടെ മുന്നോട്ട് വെച്ചു. രണ്ടാമതോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചരൺ സിംഗിന് കൊടുത്തതോടെ വലിയ രൂപത്തിൽ ഒരു RLDയെ തങ്ങളുടെ കൂടെ നിർത്താൻ, ഉത്തർപ്രദേശിൽ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു. നരസിംഹ റാവുവിന് കൊടുത്തുകൊണ്ട് ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ഒരു ചലനമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ BJP കണ്ണിങ്ങായി, ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു MP എങ്കിൽ ഒരു MPയെ വിജയിപ്പിക്കാൻ കഴിയുന്ന 1000 വോട്ടെങ്കിൽ 1000 വോട്ട്, അത്തരത്തിൽ തന്ത്രപരമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചെറുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഏറ്റവും അവസാനം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നലെ കൊടുത്ത വിരുന്നിൽ നമ്മുടെ NK പ്രേമചന്ദ്രൻ പങ്കെടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു MP എങ്കിൽ ഒരു MP എങ്ങനെയെങ്കിലും വലവീശി എടുക്കാൻ പറ്റുമോ എന്നതിന് കൃത്യമായി അജണ്ട തീരുമാനിച്ച് BJP ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച പാർലമെന്റേറിയനെയാണ് വിളിച്ചതെങ്കിൽ എത്രയോ പേരെ അദ്ദേഹത്തിന്റെ കൂടെ വിളിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ വിളിച്ച സസ്മിത് പത്ര, RLDയുടെ ആള്, RJDയുടെ ആള്, അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയാണല്ലോ ഇപ്പൊ തിരുവനന്തപുരം MP ശശി തരൂരിന് മികച്ച പാർലമെന്റേറിയനുള്ള അവരൊന്നും വിളിച്ചില്ലല്ലോ. അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെച്ച്, അത് അക്ഷരപേശകായിരിക്കും, RJD അല്ല BJD. അപ്പോ BJD ആണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരു MP എങ്കിൽ ഒരു MPയെ വിജയിപ്പിക്കാൻ പറ്റിയ 100 വോട്ടെങ്കിൽ 100 വോട്ട്. അത്തരത്തിൽ ഇപ്പൊ ഞങ്ങൾ മൂന്നാമതും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ അത്ര വലിയ സുഖകരമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല രാജ്യത്തെന്ന് ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥയിലേക്ക് മാറ്റാൻ പ്രതിപക്ഷത്തെ പരമാവധി തകർത്ത് ശിഥിലമാക്കി പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയെ ഇല്ലാതാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ ചെറുക്കാൻ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഏറ്റവും ഗൗരവത്തോടെ. ഇന്ത്യ നിലനിൽക്കണം, ഭരണഘടന നിലനിൽക്കണം എന്ന് ആശിക്കുന്നവർ ഭയപ്പാടോടെ, വിഷമത്തോടെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ പറ്റും. ശ്രീ പിന്റു മഹാദേവ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൻ ആത്മവിശ്വാസത്തോടെയാണ്. കാരണം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വേറെ ബജറ്റ് അവതരിപ്പിച്ചോളാം, 400 സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരും. ഇത്ര ആത്മവിശ്വാസത്തോടെയാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ നിൽക്കുന്നത്. അവിടെ നിങ്ങൾ ഈ അശോക് ചവാനെ പോലെ കളങ്കിതനായ ഒരു കോൺഗ്രസ്സുകാരൻ, ആദർശ് കുംഭകോണത്തിലൊക്കെ പെട്ട ഒരു കോൺഗ്രസ്സുകാരനെ രാജിവെപ്പിച്ച് BJPയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഭയമുണ്ടോ തോക്കുമെന്ന്? എന്നാൽ ഈ RLD എങ്കിൽ RLD, അശോക് ചവാനെങ്കിൽ അശോക് ചവാൻ, ഇങ്ങനെ കമൽനാഥ് എങ്കിൽ കമൽനാഥ്, ഇങ്ങനെ ആളുകളെ വലയിട്ട് പിടിക്കുന്നത് എന്തിനാണ്? അജിം സാർ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ BJPക്ക് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളിയും ഉയർത്തുന്നില്ല എന്നുള്ള കാര്യമാണ്.
നമുക്കറിയാം ഒരു ചത്ത കുതിരയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഞങ്ങൾ കാണുന്നത്. ഇത് നെഹ്റു നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്, ഞാനൊരു പശ്ചാത്തലത്തിൽ പറയാം. അത് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദരണീയനായിട്ടുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജീവിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ സീറ്റ് കൊടുക്കേണ്ടത് വന്നത് ഈ മുസ്ലിം ലീഗ് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഒരു ചരിത്രത്തിന്റെ ഒരു കാവ്യനീതി പോലെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അവിടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഒന്നാമത് യാതൊരു വിധത്തിലുള്ള നേതൃത്വ, നേരത്തെ നമ്മുടെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ നേതൃത്വ പാഠവുമില്ലാത്ത അപക്വമായിട്ടുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. അത് നമുക്ക് ഒരു കാലത്ത് ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കൂ, ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും നമ്മുടെ KC വേണുഗോപാലാണ്. ഈ KC വേണുഗോപാലിന്റെ ഒക്കെ ഒരു നയചാതുര്യവും ഭരണമികവും ആളുകളെ പരസ്പരം ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കെ ശേഷിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്, ഒരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയ്ക്ക് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യ ചരിത്രത്തിന്റെ 40 വർഷത്തെ ചരിത്രത്തിൽ 40 വർഷ കാലഘട്ടം ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 40 വർഷത്തെ ചെയ്തികൾ, ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള ചെയ്തികൾ, ഈ മൻമോഹൻ സിംഗിന്റെ 10 വർഷം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഈ രാജ്യത്തെ എത്രയധികം അഴിമതിയിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി നേരത്തെ നിങ്ങൾ പറഞ്ഞ കമൽനാഥ് ആയിക്കോട്ടെ, അശോക് ചവാൻ ആയിക്കോട്ടെ, ഒക്കെ നടത്തിയിട്ടുള്ളത് അഴിമതിയുടെ ഭരണം എന്ന് പറയുന്ന രീതിയിലാണല്ലോ നിങ്ങൾ വ്യാഖ്യാനിച്ചത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് രീതിയിലാണ് ഈ ജനങ്ങളെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കമൽനാഥോ അശോക് ചവാനോ കണ്ടിട്ടല്ല BJPയുടെ ഒരു സംവിധാനമോ BJPയുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ CPMന്റെ പ്രതിനിധി പറഞ്ഞു കേട്ട വലിയ ആദർശത്തിന്റെ ഒരു വലിയ പ്രസ്ഥാനമാണ് CPM എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളത്തിൽ നോക്കൂ, ഈ മുസ്ലിം വിഭാഗത്തിനിടയിലേക്ക് സ്വാധീനമുണ്ടാക്കാൻ എന്താണ് CPM ചെയ്തിട്ടുള്ളത് നോക്കൂ. നമ്മൾ പണ്ട് സഖാക്കൾ എന്നുള്ളൊരു പേരാ കേട്ടില്ല, പിന്നീട് മാപ്പിള സഖാക്കൾ എന്ന രീതിയിലേക്ക് നമ്മൾ കേട്ടു. ആരായിരുന്നു മാപ്പിള സഖാക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയത്? നമുക്കറിയാം, KT ജലീൽ, PTA റഹീം, PMS സലാം, അത് കഴിഞ്ഞ് KB ഗണേഷ് കുമാർ, പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ നമുക്കറിയാം VS അച്യുതാനന്ദന്റെ ഒക്കെ കഴിഞ്ഞ നമ്മുടെ KM മാണിയുമായി ബന്ധപ്പെട്ട് നടത്തുള്ള സംഘർഷവും സമരമൊക്കെ അറിയാം. എന്നിട്ട് ആ KM മാണിയുടെ മകൻ ഇന്ന് എവിടെയാണ്? അപ്പൊ ആദർശത്തെ കുറിച്ചൊന്നും ഈ കോൺഗ്രസിന്റെ മനസ്സിലായില്ല. KT ജലീലിനും PMS സലാമിനൊക്കെ എന്താ കുഴപ്പം? ഈ KT ജലീലിനും AR റഹീമിനൊക്കെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു ക്ലിയർ ആയില്ല. ഞാൻ KT ജലീൽ എവിടെയായിരുന്നു സാർ? KT ജലീൽ എവിടെയായിരുന്നു സാർ? KT ജലീൽ എവിടെയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, PMS സലാം എവിടെയായിരുന്നു? PTA റഹീം എവിടെയായിരുന്നു സാർ? PV അൻവർ എവിടെയായിരുന്നു? ആളുകൾ ഐഡിയോളജി മാറുകയും പാർട്ടി മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ പേരിൽ ഒരു നിമിഷം, KT ജലീൽ ആദർശ് സ്കാമിൽ ഉൾപ്പെട്ട ആളല്ല. ഹിമന്ത വിശ്വശർമ്മയെ പോലെ ശാരദാ ചിറ്റ് സ്കാമിൽ ജയിലിൽ പോകാനിരുന്ന ആളല്ല KT ജലീലും AR റഹീമും ഒന്നും. നിങ്ങൾ അവരുടെ പേര് ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതിനേക്കാൾ ഭീകരമായ പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു ഈ KT ജലീലും ഈ PTA റഹീമും PMS സലാമും ഒക്കെ സാർ. സിമി പോലെയുള്ള നിരോധിത സംഘടനയുടെ വക്താക്കളും പ്രയോക്താക്കളും ലീഗിൽ ചേരുമ്പോൾ സിമി നിരോധിച്ചിട്ടില്ല. സിമി നിരോധിത സംഘടന ആയിരിക്കുമ്പോഴല്ല അദ്ദേഹം അതിൽ പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധവുമാണ്. ഞാൻ പറഞ്ഞ നിരോധിത സംഘടനയിൽ അംഗങ്ങളായിരുന്ന ആളുകളുടെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ സാർ. ഞാൻ ഈ ആദർശത്തിന്റെ പശ്ചാത്തലം ഒരു വട്ടം നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നോക്കൂ, വർഷങ്ങളോളം നിരോധിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളൊന്നും ഇന്ന് BJPയിൽ പ്രവർത്തിക്കുന്നില്ലേ? CK പത്മനാഭന്റെ പേര് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSനും ഒക്കെ നിരോധിച്ചിട്ട് സാർ, അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലല്ല സാർ, അത് മനസ്സിലാക്കണം. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനല്ല ഈ കമ്മ്യൂണിസ്റ്റ്. RSSനെ ആദ്യം നിരോധിച്ചത് എന്തിനാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ശ്രീ പിന്റു? RSSനെ ആദ്യമായി നിരോധിക്കുന്നത് എന്തിനാണ്? ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം നിങ്ങൾ നടത്തിയതിനാണ് നിങ്ങൾ നിരോധിച്ചത്. ആര് നടത്തിയെന്ന് പറഞ്ഞു സാർ? ആര് നടത്തിയെന്ന് പറഞ്ഞു? ഏതാണ് ഭീകര പ്രവർത്തനം നിങ്ങൾ പറയണം സാർ. നിങ്ങൾ ആദ്യം നിരോധിക്കുന്നത് എന്തിനാണ്? ഏത് പ്രവർത്തനത്തിലാണ് നിങ്ങൾ ആദ്യം നിരോധിക്കുന്നത്? ഏത് പ്രവർത്തനത്തിനാണ് നിരോധിച്ചത്? അത് പിന്നീട് മനസ്സിലായല്ലോ. ആ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് യാതൊരുവിധ പങ്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പൂർവാധികം ഞങ്ങൾ വെറുതെ വിട്ടത്. ഞങ്ങളുടെ നേതാക്കളെ അടക്കം നിങ്ങൾ നെഹ്റുവിന്റെ ഒരു കയ്യാമ വെച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ ബോധപൂർവ്വം കുടിക്കുന്ന ശ്രമത്തിന് ഈ പരമോന്നത നീതിപീഠം തെളിയിച്ചല്ലോ. RSSന്റെ BJPയുടെയും ഒരു BJP ഇല്ലെന്ന് RSSന്റെ നേതാക്കൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിച്ചതല്ലേ? പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട അല്ല, ഗോഡ്സെ RSകാരനാണോ അല്ലേ എന്നുള്ളതാണ് തർക്കം. അല്ല, വെടിവെച്ചയാൾ RSകാരനാണോ എന്നാണ് തർക്കം. RSകാരന് തെളിയിക്കാൻ വല്ല മെമ്പർ രജിസ്റ്ററോ രസീതോ എന്തെങ്കിലും വേണ്ടേ? ഒരു ഭരണഘടനയെങ്കിലും വേണ്ടേ നിങ്ങൾക്ക്? RSSകാരനല്ല ആണെന്ന് എങ്ങനെ തെളിയിക്കും? അല്ല, പ്രിന്റു ഇപ്പൊ RSകാരനാണെന്ന് ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെ തെളിയിക്കും പ്രിന്റു?
പ്രിന്റു ഞാൻ ഏത് RSS സംഘടനയിൽ അല്ല, സർ, പ്രിന്റു നിങ്ങൾ ഒരു പറയുന്നത് RSS കാരനാണ് ഗോഡ്സെ, നിങ്ങൾ എങ്കിൽ പറയുന്നത് അത് എങ്ങനെ തെളിയിക്കും? RSSന്റെ ശാഖയിൽ പോയി RSSന്റെ ധ്വജത്തെ പ്രണാം ചെയ്യുന്നതാണ് സാർ RSS കാരൻ. RSSന്റെ ഐഡിയോളജി വിശ്വസിക്കുന്നതാണ് സാർ RSS കാരൻ. ഗോഡ്സെ പോയോ ഇല്ലേ എന്നുള്ളതിന് ഫോട്ടോഗ്രാഫി ഇല്ലല്ലോ, അവിടെ പോയോ ഉണ്ടോ? ഗോഡ്സെ RS കാരനാണോ അല്ലേ എന്ന് ഫോട്ടോ എടുത്ത് തെളിയിക്കാൻ പറ്റുമോ? RSS അങ്ങനെ RSSൽ പ്രവർത്തിക്കുന്ന ഗോഡ്സെ എങ്ങനെ സാർ പിന്നീട് ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിക്കുക? വീര സവർക്കർ RSS ആയിരുന്നോ? അല്ല, നിങ്ങളെന്തോ ശത്രുതയുള്ള ആളുകളായിരുന്നോ? ഹിന്ദു മഹാസഭ RSS ശത്രുത ഉണ്ടായിരുന്നു? പറയല്ലേ, ഇത് കുറെ കാലങ്ങളായിട്ട് RSSും ഹിന്ദു മഹാസഭയും എന്തോ ശത്രുതയുള്ള പ്രചരിപ്പിക്കുന്ന ഒരു നുണ RSSും പ്രചരണമാണ്. ഹിന്ദു മഹാസഭയും വലിയ ശത്രുതയുണ്ടോ? ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞതാരാണ്? നിങ്ങളുടെ MP ആണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞതാരാണ്? ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണ്, നിങ്ങളുടെ MP ആണ്. അവരൊരു ടെറർ കേസിലെ പ്രതിയാണ്, UAPA ചാർത്തിയിട്ടുമുണ്ട്. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു, പല തരത്തിലുള്ള പല ആളുകളിലും പലതും പറയാം. അതൊക്കെ അടിസ്ഥാനരഹിതമായി അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് അവകാശമുണ്ട് ഓരോരുത്തരെ പ്രകീർത്തിക്കാനും അവരെ പുകഴ്ത്താനും ഒക്കെ. പക്ഷേ ഈ പ്രശ്നം ഇതല്ല. ഞാൻ പറയുന്നത് രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നയാളെ പ്രകീർത്തിക്കാൻ അവകാശമുണ്ടോ? ഒറ്റ കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രപിതാവിനെ, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാവിനെ കൊന്നയാളെ പ്രകീർത്തിക്കാൻ അവകാശം വഹിച്ചു കൊടുക്കണോ? അത് അനുവദിക്കേണ്ട കാര്യമില്ല, ഒരു സംശയം വേണ്ട. അനുവദിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമായ തെറ്റാണ്, ഒരു സംശയവും വേണ്ട. എന്നിട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോഴും BJP MP ആണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോഴും BJPയുടെ MP ആണ്. അല്ല ഞാൻ പറയാം, പ്രഗ്യാ സിംഗ് ഠാക്കൂർ അല്ലെങ്കിൽ ഇവിടെ NITയുടെ പ്രൊഫസർ ഏതെങ്കിലും പശ്ചാത്തലത്തിൽ ഏതാണ് അവർ പറഞ്ഞ കാര്യങ്ങളോ ഇതിന്റെ ഫാക്ടുകളോ നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പം ഞാൻ പറയാം, രാഷ്ട്രപിതാവിനെ കുറിച്ച് ആര് പറഞ്ഞു? ഒഫീഷ്യലായിട്ടുള്ള BJP നേതൃത്വമോ BJPയുടെ ഐഡിയോളജിയോ ഈ രാഷ്ട്രപിതാവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ നടക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. അതിൽ യാതൊരു സംശയം വേണ്ട. പ്രഗ്യാ സിംഗ് ഠാക്കൂർ നിങ്ങൾ ആ ഗാന്ധി ഇത് വിടുക. അവർ ഒരു ഭീകരവാദ കേസിൽ, ഒരു നിമിഷം, ഒരു ബോംബ് സ്ഫോടന കേസിൽ, ഒരു ഭീകരവാദ കേസിൽ UAPA ചാർത്തപ്പെട്ട അക്യൂസ്ഡ് ആണ്. അവർക്ക് ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് പാർലമെന്റിലിരുത്തി അവരെ കൊണ്ട് ഗോഡ്സെ മഹാനാണെന്ന് വിളിപ്പിച്ച ആളെ നിങ്ങൾ വീണ്ടും ന്യായീകരിക്കുകയാണ്. അവരെന്തോ പറഞ്ഞു എന്ന് പറയും. അല്ല, പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ കേസിൽ അവസാനം സംഭവിച്ചത് എന്താണ്? എന്താ സംഭവിച്ചത്? പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ കേസിനകത്ത് എന്താണ് സംഭവിച്ചത്? എന്താണ് സാർ? എന്താണ് സംഭവിച്ചത്? ഏത് കോടതിയാണ് അവരെ നിരപരാധി എന്ന് കണ്ടത്? ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രിന്റുവിനെ വെല്ലുവിളിക്കുകയാണ്. ആ കോടതി ഉത്തരവ് കാണിക്കുക, അവർ നിരപരാധിയാണെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞതായിട്ട്. അല്ല, അവര് നിരപരാധി അല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ ഒരു ആരോപണത്തിന്റെ മുൻമുലയിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് സാഹചര്യത്തിൽ അവരെ നിങ്ങൾ അത് ഇങ്ങനെ UAPA ചമർത്തിയ ഒരാളായിരുന്നു, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് MP ആകാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളൊന്നും ശരിയല്ലല്ലോ. അല്ല, അവർ MP ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞത് ഈ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ മഹാനാണ്, അവർ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോഴും BJPയിലുണ്ട്, BJP MP ആണ് എന്നേ ഞാൻ പറഞ്ഞു. അതെങ്ങനെ പറയാ? ആര് പറഞ്ഞു പറയുന്നത്? പ്രഗ്യാ സിംഗ് ഠാക്കൂർ. ഞാൻ പറയുന്നത് അവർ പറഞ്ഞ പശ്ചാത്തലം BJP അല്ല, ഇതുപോലെയുള്ള പല ഠാക്കൂർമാർ പല അവസരത്തിൽ BJPയിൽ വരുന്നതിനേക്കാൾ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. BJPയിൽ വന്നതിന് ശേഷമാണ് BJPയിലേക്കില്ല. അഭിനവ് ഭാരതിന്റെ പ്രവർത്തിയാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രിന്റിനോട് ചോദിക്കില്ല. അവർക്ക് അവർ UAPA കേസിലെ പ്രതിയായിരിക്കെ ഭോപ്പാലിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അവരെ പാർലമെന്റിൽ ഇരുത്തിയതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് പ്രിന്റിനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രിന്റിനോട് ചോദിക്കില്ല. അത് അല്ല, ഞാൻ പറഞ്ഞത് അതിനകത്ത് ഇവർ BJPയിൽ വന്നതിന് അതിനകത്ത് പാർട്ടി കൃത്യമായിട്ട് അവരുടെ വിശദീകരണം തേടിയിട്ടുണ്ടോ? പാർട്ടിയുടെ നിലപാട് അതല്ല. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട്. അവരെ പുറത്താക്കിയിട്ടില്ല, കുറഞ്ഞ പക്ഷം പരസ്യമായി ശാസിച്ചിട്ടുമില്ല. നമ്മുടെ വിഷയം അതല്ല. അങ്ങ് തുടർന്നോളൂ പ്ലീസ്. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ആ വിഷയം അതിൽ നമ്മൾ തർക്കിക്കേണ്ടായില്ല. അങ്ങ് തുടർന്നോളൂ പ്ലീസ്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ആദർശത്തെ കുറിച്ചൊന്നും പറയണ്ട. ഇപ്പൊ നേരത്തെ ഏതോ പ്രതിനിധി പറഞ്ഞു എന്നാണ് 5 തവണ MP-യും 9 തവണ MLA-മായിട്ടുള്ള കമൽനാഥ്. ഞാൻ ചോദിച്ചു, KV തോമസ് എന്ന് പറയുന്ന ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ കൊടുക്കാവുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുള്ള ഒരാളെ, അദ്ദേഹത്തെ വയോവൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കേന്ദ്ര പദവി കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ നമ്മുടെ നികുതി കൊണ്ട് ഇരുത്തിയതാരാ? ഈ CPM-കാരല്ലേ? അപ്പൊ ഇതൊന്നും രാഷ്ട്രീയത്തിൽ നിങ്ങൾ അങ്ങനെ, ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ ഗയാറാം ആയാറാം എന്ന് പറയുന്നത് പോലെ ജനാധിപത്യം എന്നതാണല്ലോ. ഇപ്പോൾ കമൽനാഥ് എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ തീർച്ചയായും കമൽനാഥ് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഈ കമൽനാഥിനെ പോലെയുള്ള ഒരാൾ. അങ്ങനെയല്ല സാർ, ഞാൻ പറയാം. ഒന്ന് ജഗദാംബിക പാൽ, ഹിമന്ത് വിശ്വ ശർമ്മ, ഗിരിധർ ഗമാങ്, വിജയ് ബഹുഗുണ, റീത്ത ബഹുഗുണ, ഭുവനേശ്വർ കവിത, നമ്മുടെ ഗുലാം നബി ആസാദ് തുടങ്ങിയിട്ട് നോക്കൂ, കമൽനാഥ് അങ്ങനെ അടക്കം അശോക് ചവാൻ അടക്കമുള്ള ആളുകൾ BJPക്ക് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത് BJP ആണ്.
സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് രീതിയിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിമുക്ത ഭാരതം, ആ വിമുക്ത ഭാരതത്തെ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ. കാരണം എന്താണ്? ഞങ്ങളുടെ പോരാട്ടം അഴിമതിക്കെതിരെയാണ്, ഞങ്ങളുടെ പോരാട്ടം കുടുംബാധിപത്യത്തിനെതിരെയാണ്, ഞങ്ങളുടെ പോരാട്ടം ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന അഴിമതിക്കെതിരെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അജിത് പവാറിനെയും ഹിമന്ത ശർമ്മയെയും പാർട്ടി ടിക്കറ്റ് കൊടുത്ത് സ്വീകരിക്കുന്നത്? എന്തിനാണ്? അവരൊക്കെ ജയിലിൽ പോകേണ്ട ആൾക്കാരല്ലേ നിങ്ങളുടെ തന്നെ ആരോപണ പ്രകാരം? അല്ല, ഈ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായപ്പോൾ സാർ നിങ്ങൾക്ക് എന്താ ഈ ആരോപണം ഉണ്ടായിരുന്നില്ലല്ലോ? ആർക്ക്? നോക്കൂ, അദ്ദേഹം നിങ്ങൾ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെ അജിത് പവാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് നിങ്ങൾ തന്നെയാണ്. പ്രതിനിധി അല്ല, അജിത് പവാർ സുവേന്ദു അധികാരി, തൃണമൂലിന്റെ നേതാവായിരുന്നു സുവേന്ദു അധികാരിക്കെതിരെ നിങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോപണമില്ല. അതായത് വാഷിംഗ് മെഷീനിലിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്, കാരണം നല്ലതാണ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒന്നുമില്ല സാർ. അങ്ങനെ ആരോപണങ്ങളുള്ള ഒരു നേതാവിനെയും ഒരു ഇഡിയും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അത് ബി ജെ പി കുറ്റവിമുക്തരാക്കിയെന്നുള്ളത് ബി ജെ പി കുറ്റവിമുക്തരാക്കി, ബി ജെ പിക്ക് അവർ പിന്നീട് മഹാന്മാരായി. പ്രിന്റു അതാണ് നിങ്ങൾ ആദർശത്തെ കുറിച്ച് നിങ്ങളും പറയരുത് സാർ. ഞാൻ അങ്ങനെയൊന്നുമില്ല സാർ. അങ്ങനെ ഏതെങ്കിലും ആളെ വാഷിംഗ് മെഷീൻ ഇട്ട് വൃത്തിയാക്കുന്ന പരിപാടി ഒന്നും ബി ജെ പിക്കില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പിന്നെ കുറ്റം ചെയ്ത ആളുകൾ ആരെന്നായിരുന്നാലും അവർ ശിക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കോടതികളൊക്കെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണെന്നുള്ള ധാരണ ഒന്നും ഞങ്ങൾക്കില്ലല്ലോ സാർ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ കമൽനാഥോ അശോക് ചവാനോ കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്തിട്ടുള്ള അഴിമതിയുടെ പേരിലാണെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ അനുഭവിക്കണം. അതിൽ അവർ ബി ജെ പിയിലേക്ക് വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കമൽനാഥ് ആയിക്കോട്ടെ, അശോക് ചവാൻ ആയിക്കോട്ടെ, ആരായിരുന്നാലും ബി ജെ പിയിലേക്ക് വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ കൊണ്ട് ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം. ശ്രീ ആനന്ദ് കൊച്ചൂടി, നമുക്കൊരു 4 മിനിറ്റിൽ ഈ റെസ്പോൺസ് ഒന്ന് അങ്ങനെ പ്രതികരണം ഒതുക്കിയാൽ കൊള്ളാം. കാരണം നമുക്ക് സമയക്കുറവുണ്ട്, 4 അതിഥികളുണ്ട്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഹുൽ ഗാന്ധി ഒരു മോശം ലീഡർഷിപ്പാണെന്ന് നിരന്തരം പറയുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസിൽ നിങ്ങൾ പിന്നിൽ ആരെയാണ് ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്? ആരാണ് മുഖമാവേണ്ടത്? അല്ല, ഞാൻ രാഹുൽ ഗാന്ധി ഒരു മോശം നേതാവാണെന്ന് അഭിപ്രായം എനിക്കില്ല. ഞാൻ രാഹുൽ ഗാന്ധിയെ 2004 മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ 2007 അദ്ദേഹം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നു. 2013 ജാനുവരിയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആവുന്നു. 2017 ഡിസംബറിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു. 2019 ലോക്സഭ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കപ്പലിൽ നിന്ന് എടുത്തിയാടി ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ നിയന്ത്രണമെല്ലാം KC വേണുഗോപാൽ വഴി അദ്ദേഹം നിയന്ത്രിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മോശം നേതാവാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദി ഹൃദയഭൂമിയിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രായം നോക്കുക. അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയപ്പോഴുള്ള പ്രായം, ഇപ്പോഴും അദ്ദേഹത്തിനുള്ള പ്രായം താരതമ്യേന യുവാവാണ്. കണ്ടാൽ സുമുഖനാണ്, കോമളനാണ്. എന്നാൽ നേരെ തിരിച്ച് നരേന്ദ്രമോദിയെ നോക്കുക, അദ്ദേഹം ഒരു വയസ്സനാണ്. ഒരു എന്താ പറയുന്നത്, സാധാരണ ഒരു യുവാവിന് രണ്ടുപേരെയും കണ്ടാൽ കൂടുതൽ ഇഷ്ടം തോന്നേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പൊതുവേ ഉണ്ട്. പക്ഷെ ഉത്തരേന്ത്യയിലില്ല, ഹിന്ദി ഹൃദയഭൂമിയിലില്ല. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആനന്ദന്റെ പ്രശ്നം ആനന്ദ് വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഉത്തരേന്ത്യയിൽ സ്വീകാര്യത ഇല്ലാത്തത്? അത് നമ്മൾ മറക്കരുതല്ലോ. എന്തുകൊണ്ടാണ്? അല്ല, അത് എന്താ പറയുന്നത്, ഇറ്റ് കട്ട്സ് ബോത്ത് വേസ്. അത് ഒരു വശത്ത് മോദിയും BJPയും ചെയ്യുന്ന വൃത്തികെട്ട രാഷ്ട്രീയം അതൊരു വശത്ത് നിൽക്കെ, കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാതെ ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ കോൺഗ്രസ് ഒരു സിറ്റിംഗ് ഡക്കിനെ പോലെ, അതായത് എന്നെ വന്ന് ആക്രമിച്ചോളൂ, കീഴ്പ്പെടുത്തിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് തരാം എന്ന് പറയുന്നത് ഒരു തരം രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കളിച്ചാൽ BJPയും സംഘപരിവാറും തീർക്കും. കേരളത്തിൽ തന്നെ പിണറായി വിജയൻ എത്രയോ ഭംഗിയായിട്ടാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഈ വർഗീയത മാറ്റി നിർത്തുക. വർഗീയത തന്നെ മാറ്റി നിർത്തണോ? ഇപ്പൊ ഇവിടെ NK പ്രേമചന്ദ്രനെ കുറിച്ച് അരുൺകുമാർ എന്താണ് പറഞ്ഞത്? അത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? അത് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറയുന്നത്? ഇതിനെല്ലാം ഈ അജിംസാണ് ഇവിടെ എന്താണ് നിഷ്കളങ്കനായിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ പറയും. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിങ്ങൾ പറയുന്നു എന്താ പ്രേമചന്ദ്രൻ ആ ഉണ്ണരുതായിരുന്നു എന്ന് പറയും. ബ്രിട്ടാസ് ആണെങ്കിൽ അദ്ദേഹം ഉണ്ണില്ലായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഈ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ച് CPM ഇവിടെ പല പരാമർശങ്ങളും നടത്താറുണ്ട്. അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ഇവിടെ SFI ഒരു സമരം നടത്തിയാൽ നിങ്ങൾ ഇത് ഭയങ്കര സംഭവമാണ്, ഫാഷിസത്തിനെതിരെയുള്ള സമരമാണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്ക് അതിന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടോ? അങ്ങനെ ഒരു CPMന്റെ ഈ രാഷ്ട്രീയമെല്ലാം
അത് അവരുടെ എന്താ ഐഡിയോളജിക്കലായിട്ട് മാത്രം ചെയ്യുന്ന സമരമാണെന്ന് അജിംസിന് ഉറപ്പുണ്ടോ? അല്ല, ഒറ്റ കാര്യം ആനന്ദ് അപ്പൊ വെച്ചു. എനിക്ക് അല്ല ആനന്ദ്, എൻ്റെ ഒരു സ്വാഭാവിക സംശയമാണ്. കാണുന്നില്ല. അല്ല ആനന്ദ് ആ കാര്യത്തിൽ കുറച്ച് പാഷനേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ചോദിക്കുക. എൻ്റെ ഒരു സ്വാഭാവിക സംശയമാണ്. ഇപ്പോൾ CPM അടുത്ത കാലത്ത് എടുത്ത രണ്ട് രാഷ്ട്രീയ നിലപാടുകൾ, ഒന്ന് ഫലസ്തീനാണ്, അതൊരു അന്താരാഷ്ട്ര വിഷയമാണ്, മറ്റൊന്ന് ബാബരി മസ്ജിദ് വിഷയമാണ്. ഇത് രണ്ടിനെയും വേണമെങ്കിൽ മുസ്ലിം അനുകൂലമായ ഒരു നിലപാടെന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ CPM-ന്റെ കോർ വോട്ട് ബാങ്ക് ആരാണ്? ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങോ കിടക്കുന്ന രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി CPM ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് പിന്നെ ഐഡിയോളജിക്കൽ അല്ലാതെ അവസരവാദപരമാണ്. അല്ല, ഈ CPM-ന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ കോൺഗ്രസിന്റെ ശശി തരൂർ അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനെ ചൊല്ലി ഇവിടെ ഒരു ആടിനെ പട്ടിയാക്കൽ പരിപാടി നടന്നിരുന്നു. ഇന്നലെ പ്രേമചന്ദ്രന്റെ ആടിനെ പട്ടിയാക്കൽ നടന്നതുപോലെ ശശി തരൂർ അവിടെ വന്ന് പറഞ്ഞ ഒരു പ്രസംഗം, ആ പ്രസംഗം മുഴുവൻ കേട്ട ഒരാളെന്ന നിലയ്ക്ക്, 1-2 തവണ കേട്ട ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എന്നാൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്നും എന്നാൽ KK ശൈലജ അതേ കാര്യം പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങൾ എങ്ങനെയാണ് തമസ്കരിച്ചതെന്നും ഞാൻ ചോദിക്കേണ്ടി വരും. കാരണം CPM-ന്റെ കോർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് അവരുടെ ഹിന്ദു വോട്ട് BJP-യിലേക്ക് പതുക്കെ പതുക്കെ പോകുമ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ അവരെന്താണ് ചെയ്യുന്നത്? ഇവിടെ UDF-ന്റെ മുസ്ലിം വോട്ടിനെ അവരുടെ പക്ഷത്തേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെയല്ല എന്ന് അജിംസിന് ഉറപ്പുണ്ടോ, അല്ലെങ്കിൽ അഭിപ്രായമുണ്ടോ? എനിക്ക് ഉറപ്പാണ് ഇത് തന്നെയാണ് നടക്കുന്നതെന്ന്. ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഒരേ സമയം ക്രൈസ്തവരെ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് കഴിഞ്ഞ ഇലക്ഷന് വോട്ട് വാങ്ങിച്ച കാര്യം അജിംസിന് അറിയില്ല. അജിംസ് കോതമംഗലക്കാരനല്ലേ? അജിംസിന് മധ്യ കേരളത്തെ കുറിച്ചും മലബാറിനെ കുറിച്ചും ഒക്കെ അത്യാവശ്യം ധാരണയുള്ള ആളല്ലേ? എനിക്കെന്തായാലും ഉറപ്പുണ്ട് അങ്ങനെ ഒരു തന്ത്രം പറ്റിയത്. ഒരേ സമയം യാക്കോബായക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും ചർച്ച് ബില്ല് നടത്താമെന്ന് പറഞ്ഞ് യാക്കോബായക്കാരുടെ വോട്ട് വാങ്ങിക്കുന്നു, ഓർത്തഡോക്സുകാരുടെ വോട്ട് വേറെ തരത്തിൽ വാങ്ങിക്കുന്നു. ഇവിടെ ശബരിമല കാര്യത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ കോടതി വിധി മാനിക്കുന്നു എന്ന നിലപാട് ശബരിമലയിൽ എടുക്കുമ്പോൾ പള്ളിത്തർക്കത്തിൽ വേറെ നിലപാടെടുക്കുന്നു. ഇതൊന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ലേ? അങ്ങനെ മീഡിയ വേണ്ടി തോന്നുന്നില്ലേ? അത് ഞാൻ ഒട്ടും നിഷ്കളങ്കമായിട്ടല്ല രാഷ്ട്രീയത്തെ അനലൈസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വശത്തുമുള്ള വർഗീയത ഞാൻ കാണുന്നു. ശരി, ഓക്കെ. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നത് വർഗീയതയാണ് പ്രശ്നം. വർഗീയത വ്യാപിക്കുന്നിടത്തോളം കാലം ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ മൊഹബത് കാ ദുഃഖാൻ ഒരു പ്രസക്തിയുമില്ല, ഒരു തരത്തിലുള്ള ചലനവും അത് സൃഷ്ടിക്കുന്നില്ല. അതായത് വിഷത്തിന് മുമ്പിൽ നമ്മൾ തേൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു തരത്തിലും രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ്, അദ്ദേഹം തെറ്റാണെന്നോ മോശം നേതാവാണെന്നോ ആനന്ദിന് അഭിപ്രായമില്ല, പക്ഷേ അത് സ്വാധീനിക്കുന്നില്ല. അതേസമയം തന്നെ കോൺഗ്രസിനകത്തെ ഇത്തരത്തിലുള്ള പോട് വന്ന ആളുകൾ BJP-യിലേക്ക് കൂട്ടമായി പോവുകയും ചെയ്യുന്നു. ഇതെന്ത് പ്രതീക്ഷയാണ് നൽകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ദയവ് ചെയ്ത് കൂട്ടമായി പോകുന്നു എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കരുത്. ഒറ്റപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് കാലം നിന്ന് ഭരണം ആസ്വദിച്ച് ഭരണം കുറച്ചു കാലം കിട്ടില്ല, ജീവിതത്തിലെ സായന്തനമെത്തി, ഞങ്ങൾക്കിനി പഴയ പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചുപേർ പോയിട്ടുണ്ട് എന്ന് വെച്ച് കോൺഗ്രസ് തകർന്നു എന്ന് ദയവ് ചെയ്ത് പറയരുത്. 2 ഹിന്ദി ഹൃദയഭൂമിക്കകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ പങ്കാളിയായ ആളാണ് ഞാൻ. ഒരു സ്ഥലത്തും ആളില്ലാത്ത ഹിമന്ത് പോയത് എന്തുകൊണ്ട്? അല്ല ഞാൻ ചോദിക്കട്ടെ, ഹിമന്ത് പോയത് എന്തുകൊണ്ട്? നമ്മൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഹിമന്തിനെ കാണാൻ രാഹുൽ ഗാന്ധി അനുമതി കൊടുത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. ഏതാണ് ശരി? രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഏതാണ് ശരി? ഞങ്ങൾ വിശ്വസിക്കുന്നത് കോടിക്കണക്കിന് രൂപ കെട്ട ഹിമന്ത് ബിശ്വാസ് ഏത് സ്ഥലത്ത് പോയാലും ശരി സ്വീകരിക്കരുത്, കാണരുത് എന്ന് തന്നെയാണ്. അത് രാഷ്ട്രീയമാണ്. പിന്നെ നേരത്തെ പ്രിന്റ് പറഞ്ഞ ഒറ്റക്കാര്യം, ഞാനത് ക്ലാരിഫിക്കേഷൻ വേണ്ടി പറയാണ്. പ്രിന്റ് 2 വാക്ക് ഉപയോഗിച്ച് അജിംസ് കേട്ടോന്നറിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഷൈജ അണ്ടവൻ പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കംപ്ലീറ്റ് ചെയ്തോളൂ. പ്രിന്റ് നമുക്ക് പിന്നീട് ചോദിക്കാം, സമയമില്ല. അതുകൊണ്ടാണ് നിജേഷ് കംപ്ലീറ്റ് ചെയ്തോളൂ പ്ലീസ്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നൊരു BJP-കാരൻ ഇവിടെ ഒന്ന് പറയാം. ഈ ഷൈജ ആണ്ടവന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ABVP NIT-യിലേക്ക് നടത്തിയ മാർച്ചിൽ ABVP-യുടെ നേതാവ് പ്രസംഗിച്ചതാണ്, ഞാൻ നേരിട്ട് കേട്ടതാ. അദ്ദേഹം പറയുന്നത് RSSന്റെ നേതാവായിരുന്നു ഗോഡ്സെ, എന്നാൽ ഗാന്ധി വധത്തിന് കുറച്ചു മുമ്പ് മാത്രമാണ് അദ്ദേഹം RSS വിട്ടത്. 34-ലാണ് ഗോഡ്സെ ആദ്യമായി ഗാന്ധിയെ കൊല്ലാൻ വന്നത്. 44-ൽ 2 തവണ വന്നു, 46-ൽ വന്നു. അന്നൊക്കെ അദ്ദേഹം RSS ആയിരുന്നു എന്ന് BJP
BJPയുടെ നേതാക്കന്മാർ, ഇന്നത്തെ RSSന്റെ പോഷക സംഘടനയായ ABVPയുടെ നേതാക്കൾ പോലും സമ്മതിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴുമുള്ള ആ വികാരം ഗോഡ്സെ പ്രീണനമാണ്, ഗോഡ്സെയോടുള്ള സ്നേഹമാണ്. പ്രജ്ഞാ സിംഗ് താക്കൂറിനെ പുറത്താക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചാൽ, ഷൈജ ആണ്ടവനെ പുറത്താക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥങ്ങൾ പറയാം. പിന്നെ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടു BJPയിലേക്ക് വന്നു എന്നാണ് പ്രിന്റ് പറഞ്ഞത്. എപ്പോ വന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ഗുലാം നബി ആസാദിനെ പോലെ ആര് പോയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഫിലോസഫി ഇവിടെ ഉണ്ടാകും. ഫിലോസഫി ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഫിലോസഫി ഞാൻ ചോദിക്കാം അജിംസെ, എന്തിന് രാഹുൽ ഗാന്ധിയുടെ പിറകെ വല്ലാതെ നമ്മൾ ആക്രമിച്ചു പോകണം? ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, പരാജയത്തിന്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. പല കോണിൽ നിന്ന് പ്രഷർ ഉണ്ടായി, അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് പ്രസിഡന്റായി. അതിനു പകരം കോൺഗ്രസ് നിയോഗിച്ച ഒരു ജാഥ കാൽനടയായി കന്യാകുമാരിയിൽ കാശ്മീരിലേക്ക് നയിച്ചു. രണ്ടാമത്തെ ജാഥ കോൺഗ്രസ് പാർട്ടി പറയുന്ന ജാഥ നയിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങളുമായി നിരന്തരമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഹുൽ ശരിയല്ല എന്നൊരു ആഖ്യാനം ഉണ്ടാക്കുന്നത് എത്രത്തോളം ശരിയാണ്? വരട്ടെ, സമയമുണ്ട്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ കൊന്നതിന്റെ വെളിച്ചത്തിൽ രക്തക്കറയുമായിട്ടല്ല രാഹുൽ ഗാന്ധി നാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക. ഏതെങ്കിലും ബിൽക്കീസ് ബാരുവിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതികളെ സംരക്ഷിച്ചതിന്റെ പേരിലല്ല രാഹുൽ ഗാന്ധി നാളെ വരിക. 6 മാസക്കാലം നടന്ന കലാപത്തിൽ മൃതശരീരങ്ങൾ മോർച്ചറിയിൽ വെച്ച് സംസ്കാരം പോലും അനുവദിക്കാൻ കഴിയാതെ വെച്ചതിന്റെ പാരമ്പര്യത്തിലല്ല രാഹുൽ ഗാന്ധി വരിക. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി വരും. അതിനാണ് ജനാധിപത്യം, അതിനാണ് ഞങ്ങൾ കാത്തുനിൽക്കുന്നത്. ശരി, ശ്രീ KS അരുൺകുമാർ, ഇവിടെ ശ്രീ KS അരുൺകുമാർ, ഇവിടെ ഈ രാഷ്ട്രീയ ആദർശം എന്ന് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒന്നാണ് എന്നാണ് ആനന്ദും മറ്റുള്ളവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അത് ആദർശധീരമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉൾപ്പെടെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്താണ് പ്രതികരണം? ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി നിരീക്ഷകൻ എന്ന രൂപത്തിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രൂപത്തിൽ വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. അദ്ദേഹത്തെ മറുപടി അർഹിക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം ഇന്ത്യയായി നിലനിൽക്കണമോ എന്നതാണ്. കാരണം ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിതു. സുപ്രീം കോടതി 4 ചരിത്രപരമായിട്ടുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തന്നെ പണിയാൻ പറഞ്ഞു. ട്രസ്റ്റിനെയാണ് ഏൽപ്പിച്ചത്. സ്റ്റേറ്റ് സ്പോൺസേർഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടന്നതും അതിന്റെ ഉദ്ഘാടനവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ രാജ്യത്തിനൊരു മതമില്ല, അതുപോലെ ഭരണാധികാരികൾക്ക് മതമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചാലും ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ മതമുണ്ടെന്നും ഒരു മതത്തിന്റെ മാത്രം ആളായി മാറിയതും ഈ മതനിരപേക്ഷ ഇന്ത്യ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കിയതെല്ലാം 2 ദിവസം മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ പൗരത്വ ഭേദഗതി നിയമം ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അത് വരും. അതുപോലെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനും ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ എന്ന പേര് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഭാരത് എന്ന് ആക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനും ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. പ്രതിഷേധത്തിന്റെ സ്വരം ആരുയർത്തിയാലും അവരെ കള്ളക്കേസ് കൊടുക്കും, രാജ്യദ്രോഹിയാക്കും, പിന്നെ ഒരിക്കലും പ്രതികരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറും. ഇന്ത്യ മുന്നണിയെ നമുക്കറിയാം, 29ഓളം കക്ഷികളെ ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. അതുപോലെ ചെയ്യാവുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയും ചെയ്ത് പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ മുന്നണി ഈ രാജ്യത്തെ നിലനിർത്താൻ, ഭരണഘടനയെ നിലനിർത്താൻ ഒറ്റക്കെട്ടായി നിൽക്കണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത്രയും കക്ഷികളുള്ളപ്പോൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്ത് വലിയ കക്ഷികൾ ചെറിയ കക്ഷികളെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയൂ. 14ഓളം കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഡൽഹിയിൽ വലിയ സമരം, സഹകരണ ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത്. അവിടെ കോൺഗ്രസ് കാണിച്ച നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കേരളത്തിൽ ഒറ്റ ശബ്ദം ഉയർന്നു വരുമ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് സ്വീകരിക്കുന്ന നയമല്ല കോൺഗ്രസ് ഈ കേരളത്തിനുള്ളിൽ സ്വീകരിക്കുന്നത്. സങ്കുചിത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് ചില അപശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ ദേശീയ കോൺഗ്രസിന് അതിനോട് പ്രതികരിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് മാറുന്നത് നാം കാണുകയാണ്. കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം, ഡൽഹിയിലെ സമരം ന്യായമാണെന്നും അതിനോടെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് വിമുഖമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അടക്കം അതിലേക്ക് സന്ദേശം അയക്കുന്ന സാഹചര്യം ഉണ്ടായി പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. മറ്റു 2 മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും എല്ലാം പങ്കെടുക്കുകയാണ്. അതുകൊണ്ട്
കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ആ 4 പതിറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ച കക്ഷിയാണ്. ഇന്ത്യ മുന്നണിയെ ലീഡ് ചെയ്യാനായി അംഗബലം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ടും മുന്നിൽ നിൽക്കേണ്ട കക്ഷി അത് ഒരു വിശാലമായ കാഴ്ചപ്പാടോടെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ ചാലകശക്തിയായി മുന്നിൽ നിന്ന് നയിക്കാനും തയ്യാറായില്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത എല്ലാ ജനാധിപത്യ അവകാശങ്ങളും തകർക്കപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കപ്പെടും. അതുകൊണ്ട് എല്ലാ കക്ഷികളും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തോടെ കൂട്ടായി ഐക്യത്തോടെ ഈ രാജ്യം എന്ന വികാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സമയമാണിത്. ശരി, ശ്രീ പ്രിന്റു, ഈ വളരെ രസകരമായ ഒരു നിരീക്ഷണം. ഈ കോൺഗ്രസിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ എന്താണ് നിങ്ങളുടെ ഐഡിയോളജിയുടെ ഏറ്റവും വലിയ ചാമ്പ്യനാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ വർഗീയത പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത. യോഗിയെ പോലും അദ്ദേഹം കടത്തിവിടുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിങ്ങളുടെ ഐഡിയോളജിയുമായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവരങ്ങ് കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് കോൺഗ്രസ് തോന്നിയാൽ അവർക്കതൊരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. പ്രിന്റു, അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-യിലേക്ക് വരുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അങ്ങനെ വന്നവരൊക്കെ ഞങ്ങളുമായി ലയിച്ച് ഞങ്ങളുടെ ഐഡിയോളജിയുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവർ BJP-യുടെ കൂടെ ഉണ്ടാവും. അല്ലാത്തവർ പുറത്തു പോകും. അത് കള്ളന്മാരായിരുന്നാലും കൊള്ളക്കാരായിരുന്നു ഭീമൻ രഘു ആയിരുന്നാലും. ഈ ഭീമൻ രഘു BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയായി വന്ന് BJP നിന്നത് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഈ പരിപ്പൊതു വേകുന്ന പ്രസ്ഥാനം അല്ല BJP. നേരെ അദ്ദേഹം CPM-ന്റെ AKJ സെന്ററിൽ പോയി അവിടുത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് ആരാർപ്പണം കിട്ടി. അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അത് പോട്ടെ. ഒറ്റ നിമിഷം പ്രിന്റു, ഈ ഭീമന്റെ ഗുരുവിനെ നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തോണ്ടാണോ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്? ആരെങ്കിലും BJP-യുടെ ഭാഗമായിട്ട് വന്നതെന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഞാൻ പറയും, വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് കൃത്യമായിട്ട് സാർ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ നമുക്ക് ഞങ്ങളൊരു സാർ ഒന്ന് മനസ്സിലാക്കണം. CPM പോലെ ഞങ്ങളൊരു കേഡർ ഓർഗനൈസേഷനല്ല BJP. ഞങ്ങൾ കോർ കേഡർ ബേസ് ഓർഗനൈസേഷനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസമായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് BJP-യിലേക്ക് വരും. എല്ലാവരെയും ചുഴിഞ്ഞു നോക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല സാർ. ഞങ്ങളുമായി നിന്ന് ഞങ്ങളുടെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിക്കും. അല്ലാത്തവർ സ്വാഭാവികമായിട്ട് BJP വിട്ടുപോകും. ഞാൻ പറഞ്ഞു സാർ, ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ കോൺഗ്രസ് ദുരവസ്ഥയുണ്ട്. റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. അവിടെ പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. അപ്പൊ നോക്കാം, അത് മാത്രമല്ല, മത്സരരംഗത്ത് നിന്ന് സോണിയാഗാന്ധി പിന്മാറുന്നില്ല. സോണിയാഗാന്ധി സ്വാഭാവികമായിട്ട് രാജ്യസഭയിൽ നിന്ന് രാജസ്ഥാനിൽ മത്സരിക്കാൻ പോകുന്നു. അപ്പൊ അതിനർത്ഥം സോണിയാഗാന്ധി പോലും ഈ ഭാരതത്തിൽ പരാജയം നേരിടാൻ പോകുന്നു എന്നുള്ള സത്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ ഇന്ത്യ മുന്നണി എന്ന് അരുൺകുമാർ അങ്ങനെ വാത്തോരത്തെ പ്രകൃതിക്കല്ലേ. നോക്ക്, ഇന്ത്യയിലെ 11ഓളം കുടുംബാധിപത്യമുള്ള ഈ രാജ്യത്തിന്റെ സർവ്വ സൗദാദികൾ അടിച്ചു മാറ്റിയിട്ടുള്ള 11 കുടുംബാധിപത്യത്തിലുള്ള പാർട്ടികളാണ് ഇതിലെ. നിങ്ങളിതിലുള്ള 29-ൽ 11. നിങ്ങൾക്ക് അതിൽ ഏറ്റവും വലിയൊരു കള്ളൻ, അതിന്റെ പേരാണ് ഹേമന്ത് സോറൻ. അദ്ദേഹം എവിടെയാണ്? പറയൂ. മുഫ്തി മുഹമ്മദ് സയ്യിദ് സാർ, മുഫ്തി മുഹമ്മദ് ഞാൻ ചോദിക്കട്ടെ, കർണാടകത്തിൽ ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഒരാൾ വന്നെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്മളെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് മുഫ്തി മുഹമ്മദ് സയ്യിദ്, ഫറൂഖ് അബ്ദുള്ള. ഇപ്പൊ നിങ്ങൾ ഒരു കാലത്ത് വർഗീയവാദി എന്ന് പറഞ്ഞ ശിവസേനയുടെ ഈ താക്കറെ കുടുംബം ആരുടെ കൂടെയാ? നിങ്ങളുടെ കൂടെയല്ലേ? ഈ സ്റ്റാലിൻ കുടുംബാധിപത്യമല്ലേ? നിങ്ങൾ നോക്കൂ, അങ്ങനെ കുടുംബാധിപത്യം ഈ രാജ്യത്തിന്റെ സർവ്വ സമ്പാദികൾ. ലാലു പ്രസാദ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ ലാലു പ്രസാദ് ഇന്ത്യ മുന്നണിയിലാണ്. അങ്ങനെ ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അജിത് പവാർ ഞാൻ ചോദിക്കട്ടെ, അജിത് പവാർ ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ സാർ. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ബാൽ താക്കറെയുടെ മകനുമായിട്ട് ഉപമുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഈ പറയുന്ന ആള്. അതിന് പിന്തുണ കൊടുത്തല്ലോ CPM-കാര്. എന്നിട്ട് അന്ന് ഈ അജിത് പവാർ കുടുംബാധിപത്യം, അഴിമതി എന്നൊക്കെ BJP ആക്ഷേപിക്കുമ്പോൾ പോലും അവരൊക്കെ ഈ ഇന്ത്യ മുന്നണി വിട്ട് BJP-യിലേക്ക് വന്നാൽ ഈ ആരോപണങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേക്കുറിച്ച് പിന്നെ നമ്മൾ കേൾക്കുന്നുമില്ല. വളരെ നന്ദി ശ്രീ പ്രിന്റു, ശ്രീ ആനന്ദ് കൊച്ചുണ്ടി, ശ്രീ KS അരുൺകുമാർ, വിജേഷ് അരവിന്ദ് ഇത്രയും സംസാരിച്ചവരുടെ